ജോസിൻ ഗ്രീൻ ബോക്സ് സ്വാഗതം. തേനീച്ചയെ പ്രകൃതിയിൽ നിന്ന് പിടിക്കാനൊരു എളുപ്പ വഴിയുണ്ട്, ഒരു സൂത്രപ്പണി. അത് ഞാൻ പറഞ്ഞുതരാം. തലേദിവസം നമ്മൾ തേനീച്ചക്കൂടിനെ അന്ന് വട്ടമൊക്കെ വലുതാക്കിയ ശേഷം നമ്മൾ നമ്മുടെ ഫ്രെയിമിൽ അടകളെ വെച്ച് കെട്ടുക. അടകളെ നല്ലപോലെ വെച്ച് കെട്ടുക. വെച്ച് കെട്ടിയ ശേഷം അടകളെ അങ്ങോട്ട് അകത്തേക്ക് തന്നെ വെച്ചേക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു 7 മണി 7:30 ഒക്കെ നമ്മൾ ആ അടകളെ ഓരോന്നും അതിൻ്റെ അകത്തുനിന്ന് എടുക്കുക. അടകളല്ല, ഫ്രെയിം അടകൾ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഫ്രെയിമിൽ. അതുകൊണ്ട് കല്ലൊക്കെ മാറ്റിയ ശേഷം നമ്മൾ ആ ഫ്രെയിമുകൾ, ആ അടകൾ സഹിതമാണ് ഫ്രെയിമിൽ വെച്ച് കെട്ടിക്കുന്നത്. നല്ല മഴാരമുണ്ട്. അപ്പോൾ ആ ഈച്ചകൾ അതിനകത്ത് പൊതിഞ്ഞോളും. നമുക്ക് പുകയ്ക്കൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഈച്ചകളെ അകത്ത് കയറ്റാൻ പറ്റും. കണ്ടോ ഫ്രെയിമുകൾ ഇരിക്കുന്നുണ്ടോ? ഫ്രെയിമുകൾ അകത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഫ്രെയിമുകൾ ഈച്ച പൊതിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 7:30 ആയപ്പം വന്ന് ഓരോ ഫ്രെയിമുകൾ അടകളെ ഈച്ച സഹിതം എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ്. നമ്മുടെ കൂട്ടിലേക്ക് വെക്കുകയാണ്, നമ്മുടെ പെട്ടിയിലേക്ക് വെക്കുകയാണ്. അത് ഈച്ചയുണ്ട്, നമ്മളൊന്ന് എടുക്കുമ്പോൾ തന്നെ ഓടിപ്പോകുന്നതാണ്, കരിഞ്ഞൊടിയനാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോകുന്നത് നമുക്ക് എളുപ്പമുണ്ട്. റാണി തപ്പ് ഒന്നും വേണ്ട. അങ്ങോട്ട് ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. ഓരോ അടകളും ഉണ്ട്, ഓരോ ഫ്രെയിം അടകൾ അടകൾ ഫ്രെയിമിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഓരോ ഫ്രെയിമും നമ്മൾ അടകളായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മുടെ പെട്ടിയിലേക്ക് വെക്കുകയാണ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തേനീച്ചയെ നമുക്ക് പിടിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അടകൾ തലേദിവസം കെട്ടി ഫ്രെയിമിൽ ഇതുപോലെ കെട്ടി വെക്കണമെന്നേ ഉള്ളൂ. അവർ ചൂടൊന്നും പോകത്തില്ല. സാധാരണ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോകും പെട്ടെന്ന്. നമ്മൾ കെട്ടി വെച്ചിട്ട് വാരി വെക്കുമ്പോൾ തന്നെ ഈച്ച മേൾമോടി ഇരിക്കും. ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് സാധാരണ സ്വാഭാവികമായി തന്നെ ഇരിക്കും. ഉണ്ടോ, ഇനി രണ്ട് അടകളിലൂടെ ഉണ്ട് ഫ്രെയിമുകൾ. ആ ഫ്രെയിമുകൾ നമ്മൾ എടുക്കുന്നു. ഈച്ചകൾ അതിനകത്ത് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട്. അതിനകത്ത് റാണിയുണ്ട്. ഒരു വേരിൻ്റെ ഭാഗമാണ് വെള്ളത്തിനകത്ത് ഇരിക്കുന്ന വേരാണ്. രാവിലെയാണ് എടുത്തുണ്ടോ ഈച്ചകൾ ഓടുന്നുണ്ടോ. കരിഞ്ഞൊടിയനായതുകൊണ്ടാണ് അങ്ങനെ ഓടുന്നത്. സിമ്പിൾ ടെക്നിക്കാണ് പിടിക്കാനായിട്ടുള്ള പുതിയ മെത്തേഡാണ്. എല്ലാവരും നോക്കുക. കണ്ടോ, അത്രയേ ഉള്ളൂ. നമ്മൾ 4 അട ഉള്ളായിരുന്നു. 4 അട എടുത്തിട്ട് കെട്ടി. ഇനി സാധിക്കുന്ന ഒരടയോടെ നമ്മുടെ നല്ല കോളനിയിൽ നിന്ന് നല്ലൊരു മുട്ടയും പുഴുവും മതിയുള്ള ഒരു അടയോടെ നടുക്കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഞാൻ കൊടുക്കുന്നുണ്ട്. നോക്കിയോ. അപ്പോൾ ഒരു അടയോടെ ഉണ്ട്. നമ്മൾ അതിനോട് എടുക്കുകയാണ്. ഒരു ഫ്രെയിമോടെ അതോടെ ഇതൊരു ഈച്ചയുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടോ, അത് നല്ലപോലെ കവർ ചെയ്തായിരിക്കുന്നത്. നമ്മൾ എടുത്തോണ്ട് വരുവാണ്. അതിനകത്തോട്ട് ഉണ്ടോ അതും കവർ ചെയ്തിട്ടുണ്ട്. ഈച്ച സഹിതമാണ്. എടുക്കുമ്പോൾ അവർക്ക് പിന്നെ പരവേശമാണ്. നമ്മുടെ കൂട്ടിലേക്ക് കയറുകയാണ്. ഇനിയും കൂടെ അങ്ങ് അടച്ചാൽ മതി. കൂടെ മുകൾ വശം നമുക്ക് ഒരു തോർത്ത് കൊണ്ട് വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെയും ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് എന്നിട്ട് മേൽമൂടി വെച്ച് അടയ്ക്കുന്നു. ഉണ്ടോ, അത് മേൽമൂടി വെച്ച് അടയ്ക്കുന്നു. ഈച്ചകൾ അതിന് സെറ്റായിക്കോളും. ഇങ്ങനെ ഒരു ദിവസം അങ്ങ് അവിടെ തന്നെ ഒന്ന് രാത്രിക്ക് കൊണ്ടുവന്നാണ് ഇന്ന് രാത്രിക്ക് തന്നെ കൊണ്ടുവന്നതാണ് നല്ലത്. പിറ്റേ ദിവസം ഉണ്ടോ കുറച്ച് ഈച്ചകളെ ഉണ്ടായിരുന്നു. അവരെ കൂടെ അങ്ങോട്ട് വാരി വെക്കുന്നു. ഈച്ചകൾ പെട്ടെന്ന് കയറിപ്പോകുന്നുണ്ട്. അതിനകത്ത് റാണിയുണ്ട്. അതുകൊണ്ടാണ് ശകലമൊക്കെ മുകളിലൊക്കെ കാണും. പ്രശ്നമില്ല. എന്നിട്ട് 2-3 ദിവസം അവിടെ സെറ്റായിട്ട് ശേഷം കൊണ്ടുവന്നാൽ മതി. അവിടെ തന്നെ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ. എല്ലാവരും രാത്രിക്ക് ഉണ്ടാവുള്ളൂ. കൂടെ കയറ്റുന്നുണ്ട്. ഈച്ചകളെ കയറ്റി വിടുന്നു.